അവർ ഏറ്റു പറഞ്ഞു. പ്രതീക്ഷയുടെ മറുപടി കിട്ടിയില്ല. സൊല്യൂഷൻ എന്താണ്? 8-9 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. പ്രൈസ് ഗോഡ്. നോക്കിക്കേ, സർപ്പത്തെ ഇല്ലാതാക്കിയില്ല. സർപ്പം പിന്നെയും കടിക്കും. പിന്നെയും കടിക്കുന്ന നിമിഷം ഒന്ന് താമ്രസർപ്പത്തെ നോക്കിയാൽ മരണം സംഭവിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റൊന്നുകൊണ്ടും സ്തോത്രം മരണത്തിൽ ശാരീരിക മരണം ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുന്നത് ശാരീരിക മരണമാണ്. ആ ശാരീരിക മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഏക മാർഗം ഈ താമ്രസർപ്പത്തെ നോക്കുക എന്നുള്ളതാണ്. വേറെ എവിടെ നോക്കിയാലും ജീവിക്കത്തില്ല. ഈ ഒരൊറ്റ സ്ഥലത്ത് നോക്കിയാൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞൊരു സത്യമുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നിട്ട് പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് ഇസ്രായേലിനു വേണ്ടിയാണ്, ഇസ്രായേൽ ജീവിക്കാൻ വേണ്ടി. പക്ഷേ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ക്രൂശിൽ ഉയർത്തിയത് സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ. കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.